നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 9ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സിന്ധുബാദും പ്രാപ്പിടിയനും. സിന്ധുബാദ് എന്നൊരു രാജാവ് ഫാർസ് എന്ന നാട്ടിൽ ഭരണം നടത്തിയിരുന്നു. കായികാഭ്യാസിയും മൃഗയ വിനോദ തൽപരനുമായ അദ്ദേഹം നായാട്ടിനായി ഒരു പ്രാപ്പിടിയനെ വളർത്തി. ഊണിലും ഉറക്കത്തിലും ആ വേട്ടപ്പക്ഷി രാജാവിൻ്റെ കൂടെയുണ്ടാകും. പക്ഷിയുടെ കഴുത്തിൽ ഒരു ചെറിയ സ്വർണപാത്രം തൂക്കിയിട്ടാണ് അതിന് കുടിക്കാനുള്ള വെള്ളം കൊടുത്തിരുന്നത്. ഒരിക്കൽ രാജാവും പരിവാരങ്ങളും നായാട്ടിന് പോയി. ഒരു താഴ്വാരത്തിൽ വല വിരിച്ച് കാടിളക്കി. വലയിൽ ഒരു മാൻ അകപ്പെട്ടു. ഈ മാനിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നവന്റെ കഥ ഞാൻ കഴിക്കും, രാജാവ് പ്രഖ്യാപിച്ചു. 4 വശത്തു നിന്നും വേട്ടക്കാർ മാനിനെ വളഞ്ഞു. അടുത്തെത്താറായപ്പോൾ മൃഗൻ രാജാവിനെ നമിക്കാൻ എന്നവണ്ണം മുൻകാലുകൾ ഉയർത്തി. അത് കണ്ട് രാജാവ് കൈകൊട്ടി സന്തോഷം പ്രകടിപ്പിച്ചു. മാൻ വിരണ്ട് തലയ്ക്ക് മുകളിലൂടെ കുതിച്ചു ചാടി ഓടിക്കളഞ്ഞു. ഈ സമയം ഭടന്മാർ പരസ്പരം കണ്ണിറക്കുന്നത് കണ്ട് രാജാവ് മന്ത്രിയോട് ചോദിച്ചു, എന്താണിവർ ഗോഷ്ഠി കാണിക്കുന്നത്? മാനിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നവരുടെ കഥ കഴിക്കുമെന്ന് അല്പം മുമ്പ് അവിടുന്ന് കൽപ്പിച്ചത് അവർ ഓർക്കുകയായിരുന്നു. മന്ത്രി മറുപടി പറഞ്ഞു. ആ മാനിനെ പിന്തുടർന്ന് പിടികൂടണം എന്നാജ്ഞാപിച്ച രാജാവ് കുതിരപ്പുറത്ത് കയറി പിന്നാലെ പാഞ്ഞു. പ്രാപ്പിടിയൻ പറന്നു ചെന്ന് മാനിന്റെ കണ്ണുകൾ കൊത്തിപ്പറിച്ചു. കണ്ണു കാണാതായ മൃഗത്തെ രാജാവ് വെട്ടിവീഴ്ത്തി. അപ്പോഴേക്കും വെയിലിന്റെ ചൂടുകൊണ്ടും യാത്രാക്ഷീണം കൊണ്ടും രാജാവിന് ഭയങ്കര ദാഹം തോന്നി. ചുറ്റും വെറും മരുഭൂമിയാണ്. അല്പം അകലെ ഒരു മരം നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെന്നു. കൊഴുകൊഴുത്ത ഒരു ദ്രാവകം അതിൻ്റെ തടിയിലൂടെ താഴേക്ക് ഒഴുകി വരുന്നു. രാജാവ് പ്രാപ്പിടിയന്റെ കഴുത്തിൽ നിന്നും സ്വർണക്കപ്പെടുത്ത് ദ്രാവകം ശേഖരിച്ച് കുടിക്കാനൊരുങ്ങി. പ്രാപ്പിടിയൻ പറന്നു ചെന്ന് കപ്പ് തട്ടിമറിച്ചു. പക്ഷിക്ക് ദാഹിക്കുന്നുണ്ടാവും എന്ന് കരുതി രാജാവ് വീണ്ടും കപ്പ് നിറച്ച് അതിൻ്റെ മുന്നിൽ വെച്ചു. ഇത്തവണയും അത് പാത്രം തട്ടിക്കളഞ്ഞു. രാജാവിന് ദേഷ്യം വന്നു. കുതിരയ്ക്ക് കുടിക്കാനായി പാത്രം നിറച്ച് നീട്ടി. അപ്പോഴും പക്ഷി ചിറക് കൊണ്ട് തട്ടിമാറ്റി. നിന്റെ ഒരു അഹമ്മതി! നീ ഇട്ട് കുടിക്കുകയുമില്ല, മറ്റുള്ളവരെ കുടിക്കാനിട്ട് സമ്മതിക്കുകയുമില്ല എന്ന് ശപിച്ചുകൊണ്ട് രാജാവ് വാളെടുത്ത് പ്രാപ്പിടിയന്റെ ചിറക് രണ്ടും അരിഞ്ഞു വീഴ്ത്തി. പക്ഷി ദയനീയമായി മരത്തിന് മുകളിലേക്ക് നോക്കി. രാജാവിൻ്റെ നോട്ടം അങ്ങോട്ട് ചെന്നു. അതാ ആ മരത്തിൽ ഒട്ടനവധി വിഷപ്പാമ്പുകൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നു. അവയുടെ വായിൽ നിന്ന് ഇറ്റി വീഴുന്ന വിഷമാണ് കൊഴുത്ത ദ്രാവകമായി ചുവട്ടിൽ ഒലിച്ചെത്തിയിരുന്നത്. രാജാവിന് പശ്ചാത്താപമുണ്ടായി. കൊട്ടാരം തിരിച്ചെത്തി മാനിറച്ചി പാകം ചെയ്യാൻ പറഞ്ഞിട്ട് പക്ഷിയെ മടിയിൽ കിടത്തി തലോടി. അല്പസമയത്തിനുള്ളിൽ പക്ഷി മരിച്ചുപോയി. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച വിശ്വസ്തനായ പ്രാപ്പിടിയനെ കൊല്ലാനിടയായതിൽ മനം നൊന്ത് രാജാവ് പൊട്ടിക്കരഞ്ഞു. യുനാൻ രാജാവ് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാമനസ്കനായ തിരുമനസ്സേ, ഞാൻ അങ്ങയെ ദ്രോഹിക്കാനല്ല ശ്രമിക്കുന്നത്. അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന സത്യം താമസിയാതെ അങ്ങയ്ക്ക് ബോധ്യമാകും. എൻ്റെ ഉപദേശം ചെവിക്കൊണ്ടാൽ അങ്ങയ്ക്ക് നന്മ വരും. ഇല്ലെങ്കിൽ പണ്ടൊരു രാജകുമാരനെ ചതിച്ച മന്ത്രിയുടെ ഗതി അങ്ങയ്ക്കും വന്നു ചേരും. രാജകുമാരനെ ചതിച്ച മന്ത്രിയുടെ കഥ പറയാൻ ഞാൻ വരാട്ടോ. ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ.